നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 13 ആണ്, ഹോമോമോർഫിസംസ്. ഓക്കെ, സോ ഹോമോമോർഫിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹോമോസ് എന്താ ചെയ്യാൻ പോണേ? ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ജി ഡാഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് ജി ഡാഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലോട്ടുള്ള ഒരു മാപ്പാണ് എന്തേ മാറാൻ പോണത്? ഒരു ഹോമോമോർഫിസായി മാറാൻ പോണത്. വെറുതെ ഒരു മാപ്പ് മാത്രമല്ല, അതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാപ്പാണ് homomorphism എന്ന് പറയുന്നത്. ഓക്കെ, സോ ജി ആൻഡ് ജി ഡാഷ് ആർ ഗ്രൂപ്പ്സ്. യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ മാപ്പ് ഫ്രം ജി ടു ജി ഡാഷ് ലെറ്റ് ദ ഗ്രൂപ്പ് സ്ട്രക്ചർ ജി ടു ദി ഗ്രൂപ്പ് സ്ട്രക്ചർ ഓഫ് ജി ഡാഷ്. എന്നുവെച്ചാൽ ജിന്ന് ജി ഡാഷിലോട്ട് വെറുതെ ഒരു മാപ്പാണെങ്കിൽ എന്തുമാത്രം മതി? എന്തെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ജിയുടെ സ്ട്രക്ചറിലും ഒരു എലമെൻ്റ് എടുത്ത് ജി ഡാഷിലോട്ട് കൊണ്ടുപോയി ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറിൽ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു മാപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ എന്തിൻ്റെ ആവശ്യം വരുന്നത്? ഹോമോമോർഫിസത്തിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്ത്? ദറ്റ് മീൻസ് ഇഫ് വി നോ ഐസോമോർഫിസം എന്തായിരുന്നു? ജിന്ന് ജി ഡാഷിലോട്ടുള്ള മാപ്പ് ആയിരിക്കണം, അത് 1:1 ആയിരിക്കണം, 1:2 ആയിരിക്കുന്ന രീതിയിലുള്ള ആളാണെന്ത് ഐസോമോർഫിസമായി മാറുന്നത്, അല്ലേ? അങ്ങനെ അതിൻ്റെ പ്രത്യേകത ജി എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ജി ഡാഷിനെ കുറിച്ച് ജി വണ്ണിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ ജി ഡാഷിനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. കാരണം ജിയും ജി ഡാഷും പരസ്പരം എന്താണ്? ഐസോമോർഫിക് ആണ്, അല്ലേ? സോ ജിയുടെ കാര്യങ്ങൾക്കുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഓട്ടോമാറ്റിക്കലി ആർക്ക് നമുക്ക് കാണാൻ പറ്റും? ജി വണ്ണിനും കാണാൻ പറ്റും. ഓക്കെ, അതായത് ജി ഡാഷിനും കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സാക്ട്ലി ജിയുടെ ഒരു കോപ്പിയാണ് ആര്? ജി ഡാഷായി മാറാൻ പോകുന്നത്. സോ അതാണ് ഹോമോമോർഫിസത്തിൻ്റെയും ഐസോമോർഫിസത്തിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. So a definition പറയുന്നത് നമ്മൾ a map phi from of a group G into a group G dash is a homomorphism if the homomorphism property എന്താ? phi of AB equal to phi of A into B, phi of B. മൾട്ടിപ്ലിക്കേഷൻ നല്ല ഉദ്ദേശിക്കണേ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്താ phi of AB എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ജിയിലെ എന്താണ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? phi of A സ്റ്റാർ B ആണെങ്കിൽ ഈക്വൽ ടു എന്താന്ന് പറയുന്നത്? phi of A സ്റ്റാർ ഡാഷ് phi of B ആണ്. ഓക്കെ, ഫോർ ഓൾ എ കോമ ബി എലമെൻറ്റ് ഓഫ് ജി. സോ ഇതാണ് എന്താണ് ഡെഫിനിഷൻ? നമ്മുടെ ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ. ലെറ്റ് us now examine some idea behind the requirement of homomorphism. സോ ഇതെന്താ ഐഡിയ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നുകൂടി. phi of എ ബി ചെയ്യുമ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെയാണ് ഡിഫൈൻ ചെയ്യണേ? എ ബി ഉള്ളത് എ ഉള്ളത് ജിയിലാണ്, ബി ഉള്ളത് ജിയിലാണ്. അപ്പോൾ എ ബി ഉള്ളത് എവിടെയാണ്? ജിയിലാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ എ ബിയിലെ എലമെൻറ്റിനെ അത് എ ഉണ്ട്, ബി ഉണ്ട്, അതെവിടെയുള്ളത്? ജിയിലാണുള്ളത്. അപ്പോൾ എ സ്റ്റാർ ബി അല്ലെങ്കിൽ എ ബി എവിടെ തന്നെയുള്ളത്? ജിയിലാണുള്ളത്, ഗ്രൂപ്പ് ആയതുകൊണ്ട്, അല്ലേ? ആ എ ബിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? phi of എ ബി വെച്ചിട്ട് മാപ്പ് ചെയ്യാൻ പോണേ. phi of എ ബി ഇതെന്തുണ്ടാവുക? എ ബിയിലുള്ള എലമെൻറ്റ് ജിയിലുള്ള എലമെൻറ്റിനെ phi ഓഫ് ചെയ്ത് എവിടേക്ക് പോകുന്നത്? ജി ഡാഷിലേക്ക് പോകും, അല്ലേ? സോ phi of എ ബി എവിടെ ഉണ്ടാവുക? ജി ഡാഷിലാണ് ഉണ്ടാവുക, അല്ലേ? അതേപോലെ ആരുണ്ട്? phi of എയും ഉണ്ട്, phi of ബിയും ഉണ്ട്. ഇത് രണ്ടും ഇവിടുത്തെ എലമെൻറ്റാണ് ജി ഡാഷിലെ എലമെൻറ്റ്സ് ആണ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ് കൂടി ഗുണിച്ചാൽ എന്തുണ്ടാവുക? ജി ഡാഷിലെ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ സ്റ്റാർ ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവുക? phi of എ ഇൻറ്റു phi of ബി ആയിരിക്കും, അല്ലേ? അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വേണമെന്ന് പറയുന്നത്? ഈ phi of എ ബിയും phi of എ ഇൻറ്റു phi of ബിയും ഒരുപോലെ ആവണം നമ്മൾ വാശി പിടിക്കാൻ. For any group G and G dash, there is always at least one homomorphism. ഏത് ഹോമോമോർഫിസം? ഏത് രണ്ട് ഗ്രൂപ്പ് എടുത്താലും ഉറപ്പായിട്ടൊരു ഹോമോമോർഫിസം പറയാൻ പറ്റും. എന്ത്? ജിത്തെ എല്ലാ എലമെൻറ്റ്സിനും എടുത്തിട്ട് എന്ത് ചെയ്യുക? ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് phi ഓഫ് ട്രിവിയൽ ഹോമോമോർഫിസം the phi of G equal to E dash for all G element of G, where E dash the identity in
ജി ഡാഷ്. അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്താ എല്ലാ എലമെൻറ്റിനും എടുത്ത് എന്ത് ചെയ്യുക, ഐഡൻറ്റിറ്റിയിലോട്ട് തന്നെ മാപ്പ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. സോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജി എന്ന് ജി ഡാഷിലോട്ട് മാപ്പ് ചെയ്യുമ്പോൾ ആ മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ജി ഡാഷിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷേ ഐഡൻറ്റിറ്റി മാപ്പിലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജി ഡാഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. സോ വി ക്യാൻ തിങ്ക് അബൌട്ട് അനദർ ഹോമോമോർഫിസംസ്. ഓക്കെ, സോ ഉറപ്പായിട്ടുള്ള ഹോമോമോർഫിസമാണ് ട്രിവിയൽ ഹോമോമോർഫിസം. ഇനി അല്ലാത്ത കുറേ ഹോമോമോർഫിസങ്ങളുടെ നമുക്ക് എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ 1. Let phi from G to G dash be a group homomorphism G onto G dash. We claim that if G is abelian, then G dash must be abelian. ഓക്കെ, നമ്മൾ എന്താ കാണിക്കുന്നത്? ജി അബീലിയൻ ആണെങ്കിൽ ജി ഡാഷും അബീലിയൻ ആണെന്നാണ് നമ്മൾ കാണിക്കാൻ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് പറഞ്ഞ മാപ്പ് ഓൺ ടു ആണെങ്കിലാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ ജിന്ന് ജി ഡാഷിലോട്ട് ജി അബീലിയനാണും ജി ഡാഷ് അബീലിയനും അല്ലാതെ മാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ എക്സാക്ട്ലി എന്താ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനത്തെ എടുക്കാനാണ്, അബീലിയനായിട്ട് ഓൺ ടു ആയിട്ടുള്ള മാപ്പാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഏത് ജി ഡാഷിൻ്റെ എലമെൻറ്റ് എടുത്താലും കറസ്പോണ്ടിങ് എന്തുണ്ടാവും, ഒരു ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ് എ ഡാഷ് എങ്ങനെ ചെയ്യണം, എ ഡാഷ് കോമ ബി ഡാഷ് ബിലോങ്സ് ടു ജി ഡാഷ് എടുത്തു. ഓൺ ടു ആയതുകൊണ്ട് എ ഡാഷ് കോമ ബി ഡാഷ് ബിലോങ്സ് ടു ജി ഡാഷ് എടുത്തു. വി മസ്റ്റ് ഷോ ദാറ്റ് എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു എന്ത് കാണിക്കണം, നമുക്ക് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് എന്ന് കാണിക്കണം അല്ലേ. ഇതാണ് നമുക്ക് എന്താ അബീലിയൻ എന്ന് കാണിക്കാൻ വേണ്ടത് അല്ലേ. ഓക്കെ, ഫൈ എന്താണെന്നറിയാം, ഓൺ ടു ആണെന്നറിയാം. ഫൈ ഓൺ ടു എന്ന് പറയാൻ പറ്റും ദർ എക്സ് എ കോമ ബി എലമെൻറ്റ് ഓഫ് ജി സെറ്റ് ദാറ്റ് എ ഡാഷിന് വരെ എന്ത് എഴുതാൻ പറ്റും, ഫൈ ഓഫ് എ എന്ന് എഴുതാം അല്ലേ. ഫൈ ഓഫ് ബിക്ക് വരെ എന്ത് എഴുതാൻ പറ്റും, ബി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ നമുക്ക് എ ബി ഇൻറ്റു എ ബിക്കുള്ള എന്താ ബി ആണ് അല്ലേ, കാരണം ജി അബീലിയനാണ് അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഈക്വൽ ടു ഹോമോസ് പ്രോപ്പർട്ടി പ്രകാരം എന്താ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആണ്. അതിനെങ്ങനെ എഴുതാം, ഫൈ ഓഫ് എ ബി എന്ന് എഴുതാം. പക്ഷേ എ ബിനെ എങ്ങനെ മാറ്റി എഴുതാം, ഫൈ ഓഫ് ബി എന്ന് മാറ്റി എഴുതാം. പക്ഷേ ഹോമോസിൻ്റെ പ്രോപ്പർട്ടി വീണ്ടും ഉപയോഗിച്ച് അതിനെ ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് എന്ത് കിട്ടിയപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ് ഫോർ എവരി ഇനി എ ഡാഷ് കോമ ബി ഡാഷ് ബിലോങ്സ് ടു ജി ഡാഷ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടിയപ്പോൾ ജി ഡാഷ് അബീലിയനായി മാറി. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ മാപ്പ് ഓൺ ടു ആയാലും ഉണ്ടാവുക, അല്ലെങ്കിൽ അപ്പോൾ കിട്ടാവുന്ന കാര്യം എന്താ, ഓൺ ടു അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുണ്ടാവും, ജിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സെറ്റ്, ഫൈ വെച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സെറ്റ് എന്തായിരിക്കും, അബീലിയൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾസ് വീണ്ടും കാണുന്നു. ലെറ്റ് എക്സ് ആൻഡ് ബി എ സിമ്മെട്രി ഗ്രൂപ്പ്. നമ്മൾ സിമ്മെട്രി ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ എൻ സിമ്പിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് സിമ്മെട്രിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അല്ലേ. ആ സിമ്മെട്രിക് ഗ്രൂപ്പ് എസ് എന്നിൽ നിന്നും സെറ്റ് ടുവിലോട്ടൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ. ഫൈ ഓഫ് സിഗ്മ ഈക്വൽ ടു സിഗ്മ എലമെൻറ്റിൻ്റെ പെർമ്യൂട്ടേഷനാണ്. ആ പെർമ്യൂട്ടേഷൻ എടുത്താൽ ഏത് പെർമ്യൂട്ടേഷൻ എടുത്താലും ആ പെർമ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പൊസിഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ ആ പെർമ്യൂട്ടേഷൻ ഈവൻ ആണോ ഓഡാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ എടുക്കുക, ആ പെർമ്യൂട്ടേഷൻ ഈവൻ ആണെങ്കിൽ അതിനെ സീറോയിലോട്ട് മാപ്പ് ചെയ്യുക. ഓക്കെ, പെർമ്യൂട്ടേഷൻ 1 ആണ്, ഈ ഓഡാണെങ്കിൽ അതിനെ എവിടേക്ക് മാപ്പ് ചെയ്യുക, 1 മാപ്പ് ചെയ്യുക. നമ്മൾ പറയാണ് ആ ഫൈ ഒരു ഹോമോമോർഫിസം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെക്ക് ചെയ്ത് നോക്കാം. വി മസ്റ്റ് ഷോ ദാറ്റ് ഫൈ ഓഫ് ന്യൂ സിഗ്മ ന്യൂ ഈക്വൽ ടു എന്താ ഫൈ ഓഫ് സിഗ്മ പ്ലസ് ഫൈ ഓഫ് ന്യൂ. അങ്ങനെ എഴുതാൻ കാരണം എന്താ, തന്നിരിക്കുന്ന എസ് എന്നകത്തുള്ള ഗ്രൂപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോമ്പോസിഷനാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ്, അതങ്ങനെ എഴുതാൻ പറ്റും. ഈ സെറ്റ് ടുവിനകത്തുള്ള ഓപ്പറേഷൻ എന്താ, അഡീഷൻ മോഡിലോ 2 ആണ്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ആക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അഡീഷൻ മോഡിലോ 2 ആയിട്ട് എഴുതിയിട്ടുള്ളത്. അഡീഷൻ മോഡിലോ 2 നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, പ്ലസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഡീഷൻ മോഡിലോ 2 ആണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാരെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്ന് പറയുന്നത് സിഗ്മ ന്യൂ എടുക്കുന്നത്, സിഗ്മയ്ക്ക് ന്യൂ എങ്ങനെ വരാം, സിഗ്മ ഓടും ന്യൂ ഓട് വരാം. എങ്ങനത്തെ കേസ് അറൈസ് ചെയ്യാം, സിഗ്മ ഓടാണ് ന്യൂവും ഓടായിട്ടുള്ള സിറ്റുവേഷൻ, സിഗ്മ ഓട് ന്യൂ ഈവൻ ആയിട്ടുള്ള സിറ്റുവേഷൻ. അടുത്ത സിഗ്മ ഈവൻ ആൻഡ് ന്യൂ ഓടായിട്ടുള്ള സിറ്റുവേഷൻ, സിഗ്മ ഈവൻ ആൻഡ് ന്യൂ ഈവൻ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ,
സോ ഫസ്റ്റ് സിറ്റുവേഷൻ എടുക്കുമ്പോൾ എന്താകുക, സിഗ്മി ഓടാണ്, ന്യൂ ഓടാണ് അല്ലേ. പക്ഷേ രണ്ട് ഓഡ് പെർമ്യൂട്ടേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താകുക, ഓടും ആയതുകൊണ്ട് വീണ്ടും കിട്ടാൻ പോകുന്നത് എന്താ, രണ്ട് ഓഡ് പെർമ്യൂട്ടേഷൻ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഈവൻ ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ എന്താകുക, ന്യൂ സിഗ്മ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഫൈ ഓഫ് ന്യൂ പ്ലസ് ഫൈ ഓഫ് സിഗ്മയോ, ഫൈ ഓഫ് ന്യൂ എന്താ, ന്യൂ സിഗ്മ ഒരു ഓടായതുകൊണ്ട് ഫൈ ഓഫ് സിഗ്മ എന്തായിരിക്കും, 1 ആയിരിക്കും. ഫൈ ഓഫ് ന്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ 1 + 1 എന്താ വരിക, 0 അല്ലേ. അപ്പോൾ അടുത്ത കേസ് നോക്കുക, ഇനി സിഗ്മ ഓഡ് ന്യൂ ഈവൻ അല്ലേ. ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി, അപ്പോൾ സിഗ്മ ന്യൂ എന്തായിരിക്കും, ഓടായിരിക്കും അല്ലേ. അപ്പോൾ ഫൈ ഓഫ് ന്യൂ സിഗ്മ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി ഫൈ ഓഫ് സിഗ്മ പ്ലസ് ഫൈ ഓഫ് ന്യൂ എന്തായിരിക്കും, ഫൈ ഓഫ് സിഗ്മ എന്താ, സിഗ്മ ഓടായതുകൊണ്ട് 1 ആണ്, ന്യൂ ഈവൻ ആയതുകൊണ്ട് 0 ആണ്. മീൻസ് 1 + 0 1 ആണ്. സോ രണ്ടും എന്താണ്, ഇത് രണ്ടും ഈക്വലാണ് അല്ലേ, ഇത് രണ്ടും ഈക്വലാണ്. ഇനി എന്താ വേണ്ട അടുത്തത്, അപ്പോൾ ഇനി മറ്റേ കേസും ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ആയി, എന്താ ഒരാൾ ഓട് ഒരാൾ ഈവൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് 1 കിട്ടും, അത് ഈക്വലാണ്. ഇനി രണ്ടാൾ എന്തായിട്ട് വരിക, ഈവൻ ആയിട്ട് വരിക. അപ്പോൾ എങ്ങനെ വരിക, സിഗ്മ ന്യൂ എന്താണ്, ഈവൻ പെർമ്യൂട്ടേഷനാണ്. രണ്ട് ഈവൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ വീണ്ടും ഉണ്ടാവും, നമുക്കറിയാം AN ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് ഈവൻ പെർമ്യൂട്ടേഷൻ്റെ പ്രൊഡക്റ്റ് വീണ്ടും തന്നെയായിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പോൾ ഫൈ ഓഫ് സിഗ്മ ന്യൂ എന്തുതന്നെയായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഫൈ ഓഫ് സിഗ്മ പ്ലസ് ഫൈ ഓഫ് ന്യൂ എന്താണെന്ന് നോക്കുക, എന്താ വരിക, ഇത് 1 ആണ്, കാരണം സിഗ്മ ഈവൻ ആണ്. ഫൈ ഓഫ് ന്യൂ 1 ആണ്, അത് തന്നെ ന്യൂ എന്താണ്, ഈവൻ ആണ്. സോ 1 + 1 ആണ്, 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, അഡീഷൻ മോഡ് 2 ആണ്. അപ്പോൾ എന്താ, ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ഇത് 0 ആണ്, ഇത് 0 ആണ്. സോ അത് ഈക്വൽ ആണ്. സോ എന്ത് ഫോം ചെയ്തൊരു ഹോമോമോർഫിസം ആയിരിക്കും. അപ്പോൾ എന്താണ് ഹോമോമോർഫിസം, 5 ഫ്രം എവിടെ നിന്ന് പഠിക്കാം, SN നിന്നും Z2 ആ ഹോമോമോർഫിസം എങ്ങനെ ഡിഫൈൻ ചെയ്തില്ല, ഫൈ ഓഫ് സിഗ്മ ഈക്വൽ ടു 0 ഇഫ് സിഗ്മ ഈസ് ആൻ ഈവൻ പെർമ്യൂട്ടേഷൻ, 1 ഇഫ് സിഗ്മ ഈസ് ആൻ ഓഡ് പെർമ്യൂട്ടേഷൻ. അടുത്തൊരു ഹോമോമോർഫിസം പറഞ്ഞാൽ ഇവാലുവേഷൻ ഹോമോമോർഫിസം. ഓക്കെ, എന്താ പറയണേ, ലെറ്റ് എഫ് ബി ആൻ അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് മാപ്പിംഗ് R into R. അപ്പോൾ എല്ലാ ആൾക്കാരാരാ, ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണുള്ളത്, അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് റിയൽ നമ്പേഴ്സ് ഫംഗ്ഷൻസിൻ്റെ അഡീഷനാണുള്ളത്. ആലോചിക്കുക, രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്താൽ വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുണ്ടാവും സാധാരണ അഡീഷൻ ഡിഫൈൻ ചെയ്ത പ്രകാരം. പിന്നെ ഫംഗ്ഷൻസിൻ്റെ അഡീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആരായിരിക്കും, 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, അതാണ് അവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനായി മാറാൻ പോണത്. പിന്നെ ഏത് f(x) എടുത്താലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, -f(x) ഡിഫൈൻ ചെയ്യാം. സോ സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് എന്ത് ഫോം ചെയ്യാം, അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷൻസ് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രൂപ്പായിരിക്കും. ഓക്കെ, അതിൽ ഇവാലുവേഷൻ മാപ്പ് ഡിഫൈൻ ചെയ്യണം എങ്ങനെയാണെന്ത്, 5C of f from R എങ്ങനെ ഡിഫൈൻ ചെയ്യും, 5C from f R ഡിഫൈൻ ചെയ്യുമ്പോൾ 5C of f ഈക്വൾ ടു എന്താ, f of C എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, പേര് തന്നെ എന്താ കിടക്കുന്നത്, ഇവാലുവേഷൻ എന്നാണ് പേര് കിടക്കുന്നത് അല്ലേ. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ നമ്മളതിനെ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ കൊടുത്തിട്ട് എത്ര സിയിൽ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, X വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 5C of f ഈക്വൾ ടു എന്താ, f of C ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 5C of f plus g എന്താ വരിക, 5C of f plus g എന്ന് പറഞ്ഞാൽ 5f plus g of c ആണ്. അതിനെങ്ങനെ എഴുതാം, f of c plus g of c എഴുതാം. അതെന്താ 5C of plus 5C of g ആണ്. ദാറ്റ് മീൻസ് 5C എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോമോമോർഫിസം ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോമോമോർഫിസം ആണ് ഇവാലുവേഷൻ ഹോമോമോർഫിസം. ഓക്കെ, പേരിൽ തന്നെയുണ്ട് അർത്ഥം, ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, എക്സാമ്പിൾ 13.5 ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയണത്. ലീനിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. സോ തൽക്കാലം എക്സാമ്പിളിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇനി ഇങ്ങനെ സാധനം നമ്മൾ ചെയ്തിരുന്നു GLNRൻ്റെ അല്ലേ, GLNRB മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻവേർട്ടിബിൾ എൻക്രോസ് ആൻഡ് മെട്രിസസ് അല്ലേ. അതായത് ആരാ, എൻക്രോസ് ആൻഡ് ആയ മെട്രിസസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു പുതിയൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാം. GNLR നിന്ന് റിയൽ നമ്പേഴ്സിലോട്ട് എങ്ങനെയാണ് മാപ്പ് കൊടുക്കുന്നത്, ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് AB ഈക്വൽ എന്താ, ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് B ആണ്. സോ GLNR നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി GLNRലെ മെട്രിക്സിന് പെട്ടത് എന്ത് ചെയ്യുന്നത്, GLNRലെ മെട്രിസസിലെ എല്ലാത്തിൻ്റെയും ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും അല്ലേ.
ദാറ്റ് മീൻസ് ഇപ്പോൾ മാപ്പ് ആറിലോട്ട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. നമ്മളിവിടേക്ക് മാപ്പ് ഡിഫൈൻ ചെയ്യണു. മൾട്ടിപ്ലിക്കേഷനാണ് എ ബി ഡിറ്റ് ഇൻറ്റു ഡിറ്റ് ബി ആയതുകൊണ്ട് ആർ സ്റ്റാറിലോട്ട് മാപ്പ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, GLN_R to R star. അപ്പോൾ അതിന് അടുത്ത എക്സാമ്പിൾസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.